ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എൻ്റെ നിലപാട് ഉറച്ചതായിരിക്കണം, വേണ്ടേ? പക്ഷെ ഇന്ന് നമുക്കിതിനുള്ള ധൈര്യം ചോർന്നു പോകുന്നൊരു കാലമാണ്. അവിടെയാണ് ദൈവം ആദ്യം മോശയോട് ആവശ്യപ്പെട്ടത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയുണ്ട്, നിന്റെ ജീവിതം വിശുദ്ധമാകണം, നിലപാടിൽ മാറ്റം ഉണ്ടാകരുത്. ഞാൻ ആവർത്തിച്ചിട്ടുള്ള ഒരു കഥ വീണ്ടും പറയുകയാണ്. ബുദ്ധന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ ശിഷ്യനായിരുന്നു ആനന്ദൻ. ആനന്ദനും ഗുരുവും കൂടി ഇങ്ങനെ നടക്കുമ്പം അവർ യാത്ര ചെയ്ത് കുറേ നടന്നു കഴിയുമ്പം ക്ഷീണിക്കുമ്പോൾ എവിടെയെങ്കിലും താമസിക്കണം. അങ്ങനെ ശിഷ്യന്മാർ ഓരോരുത്തരും ഓരോ വീടുകൾ കണ്ടെത്തണം. വീടുകളൊക്കെ കണ്ടെത്തി ആ വീടുകളിൽ പോയി താമസിച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അവർ യാത്ര ആരംഭിക്കുക. ബുദ്ധൻ മരച്ചുവട്ടിലിരുന്നു. ശിഷ്യന്മാരെല്ലാം ഓരോ ഇടത്തേക്ക് വീടുകൾ അന്വേഷിച്ചു പോയി. എല്ലാവർക്കും വീട് കിട്ടി. പക്ഷെ ആനന്ദിന് മാത്രം താമസിക്കാൻ വീട് കിട്ടിയില്ല. ആനന്ദിന് ഇങ്ങനെ വീട് അന്വേഷിച്ച് നടക്കുമ്പം ആ നാട്ടിലെ ഒരു ഗണിക, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു വ്യഭിചാരിണി സ്ത്രീ ആനന്ദൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അല്ലോ ബുദ്ധഭിക്ഷു, താങ്കൾക്ക് വീട്ടിൽ താമസിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാം. ഒരു സന്യാസിയോട് ഒരു വേശ്യാസ്ത്രീ വന്ന് പറയുകയാണ്, താങ്കൾക്ക് എൻ്റെ വീട്ടിൽ, ഞാനൊരു കല്യാണം കഴിക്കാത്ത അച്ഛനാ, ഞാൻ ഇരുന്ന പള്ളികളൊക്കെ ചെല്ലുമ്പോഴേ ആദ്യത്തെ എൻ്റെ നയപ്രഖ്യാപനത്തിൽ പറയും, ഒരു സ്ത്രീകൾ പോലും എൻ്റെ പാഴ്സണേജിനകത്തോട്ട്. കാരണം എന്നാ, ഇന്ന് സന്യാസിമാർക്ക് പൊതുവേ അത്ര നല്ല കാലമല്ല. 10 മണിക്ക് ശേഷം ഒരു സ്ത്രീകളും എന്നെ ഫോൺ ചെയ്തതെന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. എന്നെ അച്ഛന്മാർ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അത് എനിക്ക് എന്നെ സംശയമുള്ളത് കൊണ്ടല്ല, മറ്റ് സമൂഹത്തെ എനിക്ക് ഭയമായതുകൊണ്ടാണ്. കാരണം ഇന്ന് വല്ലാത്തൊരു കാലമാണ്. KSRTC പോലെ യാത്ര ചെയ്യാൻ നമുക്ക്, കാരണം കൈ ഇങ്ങനെ വെച്ച് പുരുഷന്മാരിരിക്കേണ്ട കാലമാണ്, ഷിംഷിതമാരുള്ള കാലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് ഈ ബുദ്ധനോട് പറയുന്നത്, ശിഷ്യനോട് പറയുന്നത്, താങ്കൾക്ക് വേണമെങ്കിൽ വ്യഭിചാരിണിയായ എൻ്റെ വീട്ടിൽ താമസിക്കാം. ഇത്രയൊക്കെ പ്രസംഗിക്കുന്ന ഞാനെങ്ങാണം ഇന്ന് വൈകിട്ടിൽ തിരിച്ച് അരമനയ്ക്ക് പോകാതെ അങ്ങനെ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയാൽ നാളെ നിങ്ങൾ എന്തൊക്കെ വെച്ചെഴുതും? ബഥേൽ മീഡിയയിൽ നാളെ രാവിലെ വരുന്ന വാർത്ത തന്നെ ആയിരിക്കും, ഈ കള്ള സന്യാസിയുടെ രഹസ്യം, അല്ലേ? പക്ഷെ ആനന്ദൻ ഭയന്നിട്ട് ബുദ്ധൻ്റെ അടുക്ക് വന്നു. ബുദ്ധനോട് ചോദിച്ചു, ഗുരു, എനിക്ക് വീട് താമസിക്കാൻ അന്വേഷിച്ചിട്ട് ലഭിച്ചില്ല. അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഒരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള സ്ത്രീയാണ് എന്നെ വന്ന് വിളിച്ചിരിക്കുന്നത്, ഒരു വ്യഭിചാരിണി സ്ത്രീ. ഞാൻ എന്ത് ചെയ്യണം? ബുദ്ധൻ പറഞ്ഞു കൊടുത്ത മറുപടി ഇതാണ്, ആനന്ദ, നീ എന്ത് ദർശനം സ്വീകരിച്ചിട്ടാണ് എൻ്റെ പിന്നാലെ പോന്നത്? ആ ദർശനം ശ്രേഷ്ഠമാണെന്ന് നിനക്ക് ബോധ്യമുണ്ട് എങ്കിൽ നീ പോക. നീ ജീവിതത്തിൽ സ്വീകരിച്ച വ്രതം, നീ സ്വീകരിച്ച വിളി ശ്രേഷ്ഠമാണെന്ന് നിനക്ക് തികഞ്ഞ ബോധ്യമുണ്ടെങ്കിൽ നീ പോക. ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 2 മാസങ്ങൾക്ക് ശേഷം ബുദ്ധന്റെ ശിഷ്യൻ ആനന്ദൻ തിരികെ വന്നു. ഈ 2 മാസം അവൻ ആ ഗണികയുടെ വീട്ടിൽ താമസിച്ചു. അവരൊരുമിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു, ഒരുമിച്ച് തീ കാഞ്ഞു, ഒരുമിച്ച് നൃത്തം ചെയ്തു. 2 മാസങ്ങൾക്ക് ശേഷം ആനന്ദൻ മടങ്ങിയെത്തി. അവൻ്റെ കൂടെ ഒരു സന്യാസിനിയും ഉണ്ടായിരുന്നു. അവളുടെ ജീവിതം ഇവനെ ആകർഷിക്കുകയല്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി അവളെ ആകർഷിച്ചു. നമുക്ക് എത്ര പേർക്ക് ഇത് പറയാം? എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ഞാൻ ആകർഷിച്ച ഒരു തലമുറ, ഒരു മനുഷ്യൻ ദൈവം ഇവിടെ നിൽക്കുന്നു. ഒരു പുരോഹിതനായ എനിക്ക് പറയാൻ ധൈര്യം പോരാ. അവിടെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 2ാമത്തെ ചലഞ്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന ആ ഭാഗം. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണം. നീ ഇടപെടാൻ പോകുന്ന നിന്റെ പഴയകാല ജീവിതത്തിൻ്റെ എല്ലാ സ്മരണകളും ഉയർത്തിക്കാട്ടുന്ന, നിന്നെ വീണ്ടും വലിച്ചു കൊണ്ടുപോകുവാനുള്ള, പിന്തിരിപ്പിക്കുവാനുള്ള എല്ലാ അനുഭവങ്ങളുടെ നടുവിലൂടെ ഞാൻ നിന്നെ നടത്താൻ പോവുകയാണ്. അതുകൊണ്ടല്ലേ ഈ നോമ്പ് തുടങ്ങി ഒരാഴ്ചയായി. നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത തോന്നും. വലിച്ചു നീട്ടി പാടുന്നൊരു പാട്ടുണ്ട്, യാക്കോബിൻ്റെ ഓസ, സൗമ്യൻ മോശ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? ഞാനും ഓർത്തിട്ടുണ്ട്, എന്തിനാ ഇത്രോ മോറിയോ റാഹേ, അല്ലേ? ഒന്ന് ഉറങ്ങി എഴുന്നേക്കാനുള്ള സമയം. അവസാനം എല്ലാം പറയുന്നത് ശാന്തൻ മോശ, സൗമ്യൻ മോശ. ശരിക്കും മോശ അത്ര സൗമ്യനായിരുന്നോ? ദൈവം വിളിച്ച നാൾ തൊട്ട് മോശയെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ് നോമ്പിൽ പറഞ്ഞ് ആരംഭിക്കുന്നത്. സൗമ്യനായ മോശ, ജീവിതത്തിൻ്റെ വ്രതം ലംഘിക്കാത്ത പുരുഷനായി മോശ ദൈവവിളിയെ സ്വീകരിച്ചു. നമ്മുടെ 2ാമത്തെ ക്ഷണം ദൈവത്തിൻ്റെ പരിചയത്തിൽ മറഞ്ഞിരിക്കേണ്ടതിന് 2ാമത്തിലുള്ള നിയോഗം ഇതാണ്. നീ നിൽക്കുന്ന സ്ഥലം, നിന്റെ വീട്,
നിന്റെ ബന്ധങ്ങൾ, നിന്റെ പള്ളി, നിന്റെ സഭ, നിന്റെ ആത്മീയ സംഘടനകൾ, എല്ലാ ഇടങ്ങളും വിശുദ്ധമാണ്. നിന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. നമ്മളും പള്ളിയിലോട്ടൊക്കെ കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് കയറും. എന്തുകൊണ്ടാ? കാലിൽ പറ്റിയ അഴുക്ക്, ലോകത്തിൻ്റെ അഴുക്കൊക്കെയും പുറത്തിട്ടിട്ട് നമ്മൾ നഗ്നപാതരായിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന സൂചന. അതുമാത്രമാണോ? ലോകത്തിൻ്റെ വഴികളെയെല്ലാം ഉപേക്ഷിക്കുന്ന മറ്റൊരു മാർഗമാണ് ചെരുപ്പൂരുക എന്ന് പറഞ്ഞാൽ. ഭാരതീയ പാരമ്പര്യത്തിൽ 2 വാക്കുകൾ പറയും: വിദ്യ, അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ നോളജ്, അവിദ്യ എന്ന് പറഞ്ഞാലോ? നിങ്ങൾ എന്നാ ഒരു മണവും ഗുണവും ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്? ഈ മലങ്കര സഭയിൽ ചെങ്ങന്നൂർ ഭദ്രാസനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എടുത്തെറിഞ്ഞ അങ്ങനെയല്ലേ അച്ഛന്മാരെ? അല്ലേ? ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച അച്ഛന്മാരൊക്കെ പറയുന്ന എല്ലാ ഭദ്രാസനങ്ങളും മികച്ചത് തന്നെ യൂന പ്രസ്ഥാനത്തിൻ്റെ സമ്മാനം കിട്ടിയവർക്കാ. പക്ഷെ നിങ്ങളുടെ മൊത്തത്തിൽ ഇരിപ്പ് കണ്ടിട്ട് മൊത്തം കഞ്ഞികളാന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ ലോകത്തിലുള്ള നടപ്പ്, നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ വലിയ വീരവാദങ്ങളൊക്കെ പറയുന്നവരാ, അല്ലേ? വലിയ നവോത്ഥാനമൊക്കെ പറയുന്ന വലിയ ലിബറലായ മനുഷ്യരൊക്കെയാ. പക്ഷെ നമ്മളിൽ തന്നെ അത്ര നല്ല മനുഷ്യരൊന്നും അല്ല, ആണോ? എൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴും എൻ്റെ ആദ്യത്തെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും, നല്ലൊരച്ഛൻ. വിചാരിക്കണേ എങ്ങനെ? നല്ലൊരച്ഛൻ. അത്രയ്ക്ക് നല്ലതൊന്നുമല്ല ഞാൻ കേട്ടോ. എനിക്കൊരുപാട് ദൂഷ്യവശങ്ങളുള്ളൊരു വൈദികനാണ്. ഞാനതൊരു കുമ്പസാരം പോലെ, ഒരു പൊതു കുമ്പസാരം പോലെ ഞാനിവിടെ ഈ പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാൻ 5-6 വർഷം കൊണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുറഞ്ഞതൊരു 3 വൈദികരോട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രീതിയിലും രമ്യതപ്പെടാൻ പറ്റാത്ത വൈദികരുണ്ട്. എവിടെയെങ്കിലും മറ്റൊരാൾ അവരുടെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അത് ഏണി പിടിച്ച് കയറി ഞാൻ അതിനോട് ചേർന്ന് ഒരു 10 കുറ്റം ഈ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞിട്ട് വന്ന അച്ഛനാ അവിടെയാണ്. അതുകൊണ്ട് ഞാൻ അത്ര വലിയ നല്ല പുള്ളിയൊന്നുമല്ല. ഇരിക്കുന്നവരെ കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ആരും അത്ര നല്ല പുള്ളിയൊന്നുമല്ല. നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്നത് ഭയങ്കര ദൈവവചനമാണ്, എടുത്തുപയോഗിക്കുന്നത് കർത്താവിൻ്റെ പക്ഷേ തിരുശരീര രക്തങ്ങൾ ആഘോഷിക്കുന്ന പുരോഹിതൻ, അനുഭവിക്കുന്ന വിശ്വാസി, അതായിത്തീരാത്തിടത്തോളം കാലം ദൈവം നമ്മെ ചോദ്യം ചെയ്യും, ഇല്ലേ? ഈ ഭാരം എല്ലാ ദിവസവും വൈകിട്ട് കിടക്കാൻ നേരത്ത് ദൈവസന്നിധി കണ്ണീരോ. പക്ഷെ എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല അച്ഛനോട് പോയി കാലെ പിടിച്ചൊന്ന്. അതുകൊണ്ട് ഇത്രയും വൈദികരുടെ മുമ്പിൽ ഞാൻ എൻ്റെ കുമ്പസാരം പറയുക, അച്ഛന്മാരുടെ പേര് പറയുന്നില്ല. ചിലപ്പോൾ ഇതി വല്ലവരും അവരുടെ കൂട്ടുകാരുണ്ടെങ്കിലോ. അവിടെയാണ് നമ്മൾ പറയുന്ന കാര്യം ജീവിതത്തിൽ നമുക്ക് പറ്റത്തില്ല. രഹസ്യ ജീവിതത്തിൽ നമ്മളൊന്നും അത്ര നല്ല മനുഷ്യരായിട്ട് മാറിയിട്ടില്ല, രൂപപ്പെട്ടിട്ടില്ല. അവിടെയാണ് മോശയോട് ദൈവം പറയുന്നു, മോശേ, ഇത്രയും നാൾ നീ നടന്ന നടപ്രീതികളെല്ലാം മാറ്റണം, നിന്റെ തെറ്റായ അറിവുകളെല്ലാം തിരുത്തണം. അതാണ് അവിദ്യ. മോശയുടെ ഭാഷ മിസ്രൈമ്യരുടേതായിരുന്നു. മോശയുടെ സ്വഭാവം മിസ്രൈമ്യരുടെ ചങ്കൂറ്റമായിരുന്നു. മോശയുടെ ഭക്ഷണം മിസ്രൈമ്യരുടെ ഭക്ഷണ രീതിയിൽ വളർന്നവനാ. ലാംഗ്വേജ്, സ്റ്റൈൽ, കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് വാസ് ഫറോസ്. ഫറവോന്റെ കൊട്ടാരത്തിൽ നടന്നവനാ. അതുകൊണ്ടാണ് മോശ അത്രയും നാൾ പറഞ്ഞത്, എന്നെ കൊണ്ട് സാധിക്കും, ഇല്ലേ? ദൈവം ഒരു ചെറിയ വടിയെടുത്തിട്ട് മോശക്കിട്ട് ഒരു അടി കൊടുത്തിട്ട് മോശയുടെ അടുത്ത് ചോദിക്കും. പിന്നെ മോശ പറഞ്ഞത് എന്താ? അയ്യോ ദൈവമേ, ഞാൻ വിക്കനും. ഇതാ ഞാൻ പറഞ്ഞ മണവും ഗുണവും ഇല്ലാത്തവരാന്ന്. ഒരു നല്ല വാക്യം പറഞ്ഞിട്ട് അതിന് പ്രതികരിക്കാതിരിക്കാന്ന്. എന്താ? നമ്മൾ ഈ വേദപുസ്തക വാക്യമൊക്കെ വായിക്കുമ്പം തികഞ്ഞ ആർജവത്തോടു കൂടി വായിക്കണം കേട്ടോ. നമ്മളെല്ലാം മത്സര പരീക്ഷ, സമാജംകാരൊക്കെ പഠിക്കുന്നുണ്ട്, ദിവ്യബോധനക്കാരെല്ലാം പഠിച്ചതാ. പഠിക്കുന്നതേ ഉള്ളൂ, ജീവിതത്തിൽ പ്രാവർത്തിയാവാൻ നമുക്ക് പ്രയാസമാണ്. ഈ പഠിച്ചുള്ളവർ കുഴപ്പമില്ലാന്നറിയാമോ? ബുദ്ധി കൂടും. ബുദ്ധി കൂടിയാൽ പിന്നെ എല്ലാം ഉപഭോഗമാണ്. ഒന്നും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമ്മൾ ധൈര്യപ്പെടത്തില്ല. പണ്ട് ട്രെയിനിൽ ഒരാൾ യാത്ര ചെയ്യുക, ഭാരതപ്പുഴയുടെ മേളിൽ വന്നപ്പം ട്രെയിൻ ലൈറ്റ് ആയതുകൊണ്ട് അവിടെ ഒന്ന് ട്രെയിൻ പിടിച്ചിട്ടു. ഒരു ബുദ്ധിജീവി അകത്തിരുന്നുകൊണ്ട് ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുന്ന ഭാരതപ്പുഴ നോക്കിയിട്ട് പറഞ്ഞു, എത്ര ലോഡ് മണലാണ് കിടക്കുന്നത്. ഒരു വശത്ത് തിരുമേനി നമ്മളെ ഓർമ്മപ്പെടുത്തി, നശിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് കസ്റ്റോഡിനായി നിനക്കൊരു ബുദ്ധി ഉണ്ടാകണം, ഒരു വിവേചനം ഉണ്ടാകണം, അല്ലേ?
മറുവശത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പറയും, അയ്യോ എത്ര ലോഡ് മണൽ അവിടെ. ഇതാണ് നമ്മുടെ കുഴപ്പം. അവിടെയാണ് മോശ ദൈവസന്നിധിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പം അവൻ്റെ ബുദ്ധി, അവൻ്റെ ജ്ഞാനം, അവൻ്റെ പത, അവൻ്റെ ഭക്ഷണ രീതി എല്ലാം മാറ്റിവെച്ചെടുത്ത് അവൻ ആദ്യമായിട്ട് പറയുന്നു, അയ്യോ ഞാൻ അത്ര വലിയ നല്ല പുള്ളിയൊന്നും, ഞാൻ അത്ര കഴിവോ സാമർഥ്യമുള്ളവൻ. ഇതാവശ്യപ്പെടുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ സാമർഥ്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ ബലം വേണ്ട എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. അവിടെയാണ് മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളക. ഈ വേദഭാഗത്തോട് ചേർന്ന് പുതിയ നിയമത്തിലെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് പൗലോസിന്റെ മാനസാന്തരം. വേദഭാഗം വായിച്ചിട്ടുള്ളവരാണ് ഇവിടെ എന്ന് ഞാൻ വിശ്വസിക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ മാനസാന്തരത്തിന്റെ കാരണം ഇതാണ് പറയുക. ദമസ്കോസിൽ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നറിഞ്ഞിട്ട് അവരെ പീഡിപ്പിക്കേണ്ടതിന് ആര് പോയി? ശൗല് പോയി. എങ്ങനെ പോയി? വെറുതെ അങ്ങ് പോവുകയല്ല. മഹാപുരോഹിതന്റെ അധികാരപത്രം, ഇത്ര ധൈര്യത്തോടുകൂടി അധികാരത്തോടുകൂടി, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത, ആരും താൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് ഓഡിറ്റ് ചെയ്യാനില്ലാത്ത അതീവ അഹങ്കാരിയായ ഒരു മനുഷ്യനായിട്ട് ദമസ്കോസിന്റെ പടിവാതിൽ വരെ ശൗല് യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ദമസ്കോസിൽ ക്രിസ്ത്യാനികളുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ശൗല് പോകുന്നത്. ആ അറിവുള്ള മനുഷ്യൻ സ്വാഭാവികമായും അവിടെ ചെന്നാൽ ആദ്യം പിടിക്കേണ്ട ഒരാളുണ്ട്. ആരാ? ഈ ക്രിസ്ത്യാനികൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അവർക്ക് ഉപദേശം കൊടുക്കുന്ന, അവരെ വിശ്വാസ പോരാട്ടത്തിൽ മുൻപിൽ നിന്ന് നയിക്കുന്ന അവരുടെ ഒരു മൂപ്പനുണ്ട്. അതാരാന്നറിയാവോ? അനന്യാസ. അങ്ങനെയെങ്കിൽ ആദ്യം കൊല്ലാൻ പിടിക്കേണ്ട ആളാരാ? ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് ശൗല് പോകുന്നത്. അഹങ്കാരത്തോടുകൂടി ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കലെത്തിയപ്പം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു, അവനെ ദൈവം അടിച്ചു താഴെയിട്ടു. അവിടെ വായിക്കുന്നു, 3 ദിവസം അവൻ ഒന്നും തിന്നാതെയും ഒന്നും കുടിക്കാതെയും കാഴ്ചയില്ലാതെയിരുന്നു. ഇല്ലേ? അവന്റെ കാഴ്ച മങ്ങിപ്പോയി. ദൈവം എന്തുകൊണ്ടാണ് ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച കളഞ്ഞത്? ഈ നോമ്പില് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ അവയവങ്ങളെല്ലാം ഒരു റിട്രീറ്റ് എടുക്കണമെന്ന്, ഫാസ്റ്റ് ചെയ്യണമെന്ന്. നമ്മളെല്ലാം ഭക്ഷണം ഇങ്ങനെ വേണ്ടെന്ന് വെച്ചവരാ അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പം ഒരു 3 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂട് അടപ്രഥമൻ. നല്ല വിശന്ന് വന്ന പലപ്പോഴും എൻ്റെ കാലറിയാതെ ബ്രേക്കിലോട്ട് ചവിട്ടാൻ പോയി. അടപ്രഥമൻ 1 ഗ്ലാസ്, ആരും കാണാനില്ലല്ലോ. പക്ഷേ വ്രതമെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെങ്ങന്നൂർ വരെ പട്ടിണി പോയി. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ പാമ്പാടി കണ്ടത്തിൽ ചെന്നൊക്കെ ആ കട്ടൻ ചായ പോലും ഞാൻ കുടിച്ചില്ല. എന്നെ തന്നെ ഒന്ന് ശിക്ഷിക്കേണ്ടതുകൊണ്ടാണ്. കാഴ്ചകളെപ്പോഴും, നമ്മുടെ ബാഹ്യമായ കാഴ്ചകളെപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതായിട്ട് വരാറുണ്ട്. എന്നാൽ ഇവിടെ ശൗലിന്റെ മാനസാന്തരം ദൈവം അവന്റെ കാഴ്ച മങ്ങിക്കളഞ്ഞു. എന്തുകൊണ്ടാ? ഒന്നും കാണാതെ, ഒന്നും തിന്നാതെ, ഒന്നും കുടിക്കാതെ 3 ദിവസം അവന്റെ മാനസാന്തരത്തിന് ദൈവം അങ്ങനെ ഉപയോഗിച്ചു. കാരണം ഇതാണ്, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാഴ്ച. ആണോ? കാതുകൊണ്ട് കേട്ടത് മാത്രമല്ല കാഴ്ച, നാവ് കൊണ്ടറിഞ്ഞത് മാത്രമല്ല രുചി. ഇത് ശൗലിന് ബോധ്യപ്പെടേണ്ടതിന് ഒരു ഉൾക്കാഴ്ച ദൈവം കൊടുത്തു. ഇവിടെ പറയുന്നുണ്ട്, അനന്യാസ് വന്ന് നിന്റെ തലയിൽ കൈവച്ച് ഒരു ഉൾദർശനം. ഇത്രയും നാൾ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കണമെന്നുള്ള ഒറ്റ കാഴ്ചയാണ്. എന്നാൽ ആദ്യമായി ഒരു ഇൻസൈറ്റ് ശൗലിനുണ്ടായി. ഇതാ ഒരു മനുഷ്യൻ കടന്നു വരും. അവിടെയാണ് എനിക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടമാണ് ആ ഭാഗം. അനന്യാസിനും ഒരു ദർശനമുണ്ടായി. എന്താ? നേർവിധിയിൽ ചെന്ന് ശൗൽ എന്ന് പറയുന്ന ഒരുവന്റെ തലയിൽ കൈവച്ച്, അനന്യാസ് ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. എന്നാ ഈ പുള്ളി കൊല്ലാൻ വന്നാൽ ആദ്യം കൊല്ലേണ്ട വികാരിയച്ഛനാണ് ഞാൻ, അല്ലേ? ഒരിടവക നശിപ്പിക്കണമെങ്കിൽ ആദ്യം ആരെ പിടിച്ചാൽ മതി? വികാരിയെ പിടിച്ചാൽ മതി. തന്നെ ഇടവക നശിച്ചോളും. ആ ദേശത്ത് എന്നാൽ ആ ക്രിസ്ത്യാനികളെ മുടിക്കേണ്ടതിന് ആദ്യം മുടിക്കേണ്ടവനാരാ? അനന്യാസെങ്കിൽ. ആദ്യം കൊല്ലാൻ പേര് നറുക്കിട്ടവനാണ് അനന്യാസെങ്കിൽ. അനന്യാസിനോട് ദൈവം പറഞ്ഞു, നീ പോയി അവന്റെ സൗഖ്യത്തിന് കാരണക്കാരനാകുക. കാരണം പൗല് പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ടതിന് ദൈവം നിയോഗിച്ചു. അനന്യാസ് ചോദിച്ചു, ഞാൻ പോണോ? എന്നെ കൊല്ലാമെന്നവനില്ലേ, അവന് സൗഖ്യം വേണം, അവൻ അവിടെ ഇരുന്ന് അസ്തമിക്കട്ടെ. നമ്മളാണ് പറഞ്ഞേനെ, ഞങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ഒരു പവർ എന്താ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്
ശപിച്ച് ഭസ്മമോ, വെറുതെ ആകട്ടോ, അതിനുള്ള വലിയ കഴിവൊന്നും. അവിടെയാണ് അനന്യാസ് ചോദിച്ചു, അവൻ അവിടെ ഇരുന്നങ്ങ് പോകട്ടെ, ഞങ്ങളെങ്കിലും സുരക്ഷിതരായ നിന്നെ വിളിക്കാം. ഇല്ല, നീ പോകണം. ദൈവത്തിൻ്റെ കമാൻഡിൻ പ്രകാരം അനന്യാസ് ചെന്നു. ഞാൻ ആ രംഗം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുക. ചെങ്ങന്നൂരുകാർ ഒന്ന് കണ്ണടച്ച് കണ്ടേ. ചിലർ കണ്ണടയ്ക്കാൻ തുടങ്ങി ഇപ്പോഴേ, കാരണം 8:30 ഉറങ്ങാൻ സമയമായേച്ചാ. അവിടെ ചില സ്ത്രീകളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഞാനൊരു സന്യാസി കേട്ടോ, എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത്, ദോഷവാ. ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഞാൻ നിർത്താം. അനന്യാസ് കയറി ചെന്നിട്ട് ശൗലിൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ശൗലേ സഹോദര. ഈ ഒറ്റ വാക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നോട് യോജിക്കാം. ഈ ഒറ്റ വാക്ക് അവൻ അടിയേറ്റതിനേക്കാൾ വലിയ പ്രഹരമായൊരു മിന്നൽ പിണര് പോലെ ശൗലിൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ മുടിക്കാൻ വന്ന, നശിപ്പിക്കുവാൻ വന്ന ഈ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സാക്ഷ്യം പേറിയ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ വിളിച്ച പേര് സഹോദര. ഇതിൻ്റെ പേരാണ് നേരായ അറിവ്. ഞാൻ ഏതുമല്ല എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പം ദൈവം തരുന്ന പരിജ്ഞാനമാണ് ഇത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ എത്ര പ്രസംഗം കേട്ടാലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ പണ്ടൊരച്ഛൻ പള്ളി ചാർജ് എടുത്തു. പള്ളി കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്ന് പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അച്ഛൻ പറഞ്ഞു, ഈ പള്ളി ഒന്ന് നന്നാക്കണം. അച്ഛൻ പറഞ്ഞു, കരോൾ വരികയല്ലേ, നമുക്ക് നല്ല ക്രിസ്തീയ പാട്ടുകൾ പഠിക്കാം. ഞാൻ നല്ല പാട്ടൊക്കെ പഠിപ്പിച്ച് നമുക്ക് ഇത്തവണ കരോളിന് ഇറങ്ങാം. അച്ഛൻ നല്ല വൃത്തിയുള്ള പാട്ടൊക്കെ കരോളൊക്കെ പഠിപ്പിച്ചു, നല്ല ഡാൻസും ഒക്കെ പഠിപ്പിച്ചു, ചെണ്ട കൊട്ടാനും ഒക്കെ പഠിപ്പിച്ചു. ആ ഇടവകയിൽ ഒരു ബാർ മുതലാളി ഉണ്ടായിരുന്നു, മദ്യക്കച്ചവടക്കാരൻ. അയാൾക്കൊരു തത്തമ്മയുണ്ടായിരുന്നു. ഈ ബാർ മുതലാളി എന്നും ബാറിൽ പോകുമ്പം തത്തമ്മയും കൂടെ പോകും. കൗണ്ടറിൽ മിക്കവാറും തത്തമ്മയ്ക്ക് അവിടെ വരുന്ന എല്ലാവരെയും നല്ല പരിചയമാണ്. അങ്ങനെ ഇരിക്കെ കരോൾ സംഘം ഇറങ്ങി ഇടവകയിലെ പ്രമുഖനായ ബാർ മുതലാളിയുടെ വീട്ടിൽ, പ്രമുഖനായതുകൊണ്ട് തന്നെ നല്ല പാട്ട് അവിടെ പാടണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചു. ഇടവകക്കാരെല്ലാം കുത്തിമറിഞ്ഞ് പാടി, ഭംഗിയായി പാടി അവസാനിപ്പിച്ചു. അഭിമാനബോധത്തോടു കൂടി വികാരി ചോദിച്ചു, അച്ചായ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? അച്ചായം പറയുന്നതിന് മുമ്പ് തോളേരുന്നുകൊണ്ട് തത്തമ്മ പറഞ്ഞു, സോങ് ഈസ് ഡിഫറെൻറ്റ്, യുവർ ആക്ഷൻ ഈസ് ഡിഫറെൻറ്റ്, ബട്ട് ദ കസ്റ്റമേഴ്സ് ആർ സെയിം. പാട്ട് വേറെയാ, ആക്ഷനും വേറെയാ, പക്ഷെ വന്നവന്മാരെല്ലാം രാവിലെ ബാറിൽ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഈ പാതകമൂരി വെച്ചവരാ, എത്രയോ തവണ എത്രയോ നോമ്പുകളിൽ ഊരി വെച്ചവരാ. പക്ഷെ ജീവിതത്തിൽ വീണ്ടും മറ്റൊരനുഭവം ഇങ്ങനെ പിശാചു വെച്ചൊരുക്കുമ്പം കളഞ്ഞുപോയ ചെരുപ്പ് തപ്പിപ്പിടിച്ച് വീണ്ടും കാലിലേക്ക്. അവിടെയാണ് ശൗല് മാതൃകയായി നിൽക്കുന്നത്. ഒരിക്കൽ ഞാൻ ഉപേക്ഷിച്ചത് ക്രിസ്തു നിമിത്തം പൂർണ്ണമായിട്ട് പിന്തള്ളുന്നു, എല്ലാം ഛേദമെന്ന് ഞാൻ. 3 കാര്യങ്ങളാണ് മോശയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. 1, മോശയെ ദൈവം ക്ഷണിക്കുന്നത് അവൻ്റെ മുൻപിൽ വെച്ച അസാധാരണമായൊരു അനുഭവത്തിലൂടെയാണ്. നമ്മൾ ഓടാൻ പരിശ്രമിക്കുന്നിടത്ത് ഈ അസാധാരണമായ കാഴ്ചയിലേക്ക് ധൈര്യസമേതം മോശ നടന്നെടുത്തതാണ് ഒന്നാമത്തെ വിചാരം. ദ എബിലിറ്റി ടു കൺഫ്രണ്ട് വിത്ത് വാട്ട് വി ഹാവ് സീൻ സംതിങ് അൺയൂഷ്വൽ. അസാധാരണമായത് ചിലത് ഇനിയും ജീവിതത്തിൽ വരും, ഇല്ലേ? വരും, നിശ്ചയമായിട്ടും. ദൈവത്തെ വിളിക്കുന്നവരാണോ? രോഗമാകാം, ഞെരുക്കങ്ങളാകാം, ഉറ്റവരുടെ വേർപാടാകാം, അപ്രതീക്ഷിതമായ പല അനുഭവങ്ങളാകാം. പക്ഷെ അവിടെ ഒന്നും ദൈവസ്നേഹികളാണെന്ന് പറയും നമ്മൾ ഓടി ഒളിക്കരുത്. മറിച്ച് അതിലേക്ക് നടന്നെടുക്കാനുള്ള ധൈര്യം ദൈവസന്നിധിയിൽ സംപ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. 2, മോശയോട് പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധനാകാനാ. നിന്റെ ക്ഷണം എത്ര നാൾ ജീവിച്ചു എന്നുള്ളത് ഒരു കാര്യമേ അല്ല, ആണോ? നമ്മളൊക്കെ ഇങ്ങനെയാണ്, എത്ര നാൾ ജീവിച്ചു, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. എന്നാൽ എങ്ങനെ ജീവിച്ചു എന്നതിന് ഉത്തരം ഇന്ന് രാത്രി പറഞ്ഞ് താഴിട്ടിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കണം. 3, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ഇനി നിന്റെ കഴിവോ സാമർഥ്യമോ നിന്റെ നടപ്പ് രീതികളോ എല്ലാം മാറ്റ്, എൻ്റെ വഴിയിലൂടെ നീ നടക്കുക. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
ഒരിക്കൽ യുവനപ്രസ്ഥാനക്കാരെല്ലാം കൂടെ കാട് കാണാൻ പോയി. കാട് കണ്ട് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പം കാടിന് നടുക്കൊത്ത മരം, വലിയൊരു മരം. യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി പറഞ്ഞു, എൻ്റെ പൊന്നടാവേ, ഇതെന്നോ വലിയ മരമാ, ഇത് വെട്ടിയാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് ചാരിറ്റി? നമ്മളങ്ങനെയല്ലേ, എന്നാ വിറ്റാലും. അവിടെയാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എന്നോ വലിയ മരമാടാ. അപ്പം ഇവരുടെ അതിശയം കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നമുക്ക് ഈ മരം എന്ത് വണ്ണം ഉണ്ടെന്ന് നടന്നു നോക്കാം. ഇവൻ കൈ പിടിച്ചിട്ടങ്ങ് എത്തുന്നില്ല. ഇവൻ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കൈ കോർത്ത് പിടിച്ച് മരം ഇങ്ങനെ ചുറ്റി. ഒരു 5-8 പേര് കൈ പിടിച്ചപ്പോഴാണ് മരം ചുറ്റിപ്പണഞ്ഞ് ഇവർക്ക് എത്തിയത്. ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, എന്നോ വലിയ മരമാ. ഇവരെ കൊണ്ടുപോയി ആദിവാസി ചെറുക്കൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടായിമാരൊന്ന് മാറി നിന്നേ, ഞാനൊരു കാര്യം കാണിക്കാം. താഴെ കിടന്നൊരു പാറക്കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ആദിവാസി പയ്യൻ ഈ മരത്തിനിട്ട് 2 കൊട്ട് കൊടുത്തു. എന്നിട്ട് ചേട്ടായിമാരെ നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ, കാണുന്ന വലിപ്പമേ ഉള്ളൂ, അകം. ചെങ്ങന്നൂരുകാർ ഇത് പറഞ്ഞിട്ട് വേണം ഇനി സമാപന ശുശ്രൂഷ. കാണുന്ന വലിപ്പമേ ഉള്ളൂ, അകം. മനുഷ്യരുടെ മുൻപിൽ അഭിനയിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല നല്ല മിടുക്കരാണ് നമ്മൾ. പക്ഷേ എൻ്റെ ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് വെറുതെ നിങ്ങളിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറേ കാലം യുവാനിസിന് വേണ്ടി തയ്യാറായി പോയ ആളാണ്. തിരുമേനി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വെറുതെ പോയി മൗനമായിട്ട് ആ ചാപ്പലിനകത്തിരിക്കണം. എന്നിട്ട് തിരുമേനി ഒരു വരി എഴുതുന്നുണ്ട്, എന്തിനിരിക്കണമെന്ന് ചോദിച്ചാൽ, ഒരു കർഷകൻ ഇങ്ങനെ മണിക്കൂറുകളോളം പള്ളിയിലിരിക്കുമ്പോൾ വഴിവയോടെ പോയി ചോദിക്കും, താൻ എന്തെടുക്കുവാടോ പള്ളിയിൽ? ഉടനെ കർഷകൻ പറയും, ഞാൻ എൻ്റെ കർത്താവിനെ നോക്കും, അവൻ എന്നെ നോക്കും, ഞങ്ങൾ സുഖമായിട്ടിരിക്കും. ഈ ദൈവത്തെ നോക്കലിൻ്റെ പേരാണ് പ്രാർത്ഥന കേട്ടോ. വെറുതെ ഒന്ന് മൗനമായിട്ട് ദൈവസന്നിധി പോയിരുന്ന് അവനെ ഹൃദയപൂർവ്വം നോക്കുമ്പം നമ്മുടെ കാപട്യങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അതിനെ ഇങ്ങനെ വകഞ്ഞ് മാറ്റി ജീവിതത്തെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കിടയാകണം. നമ്മൾ ഈ സഭയുടെ ശുശ്രൂഷകരാണ്. ഇപ്പോഴും ഒരു ഭദ്രാസന മെത്രാപ്പോലീത്ത നിങ്ങളോട് പറഞ്ഞാരംഭിച്ചത്, നമുക്ക് ഒരു സാന്ത്വനം, ഒരു കുഞ്ഞുങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങണം. ഒരു മെത്രാപ്പോലീത്ത അച്ഛന്മാർ എത്ര തവണ കേഴണം അല്ലേ? കാരണം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ തെണ്ടുന്നത് കാണാൻ അല്ലേ? ഞങ്ങളെ പൊതുവേ പറയുന്നത് നല്ല മികച്ച, അതൊക്കെ ഇങ്ങനെ ഒരു വലിയ സമൂഹത്തിൽ നിന്ന് പറയാവോ എന്നുള്ളത് അല്ലേ? അങ്കമാലി ഭദ്രാസനത്തിൽ കോവിഡിൻ്റെ സമയത്ത് ഒരു ബിരുദൻ അച്ഛൻ മാസവരി അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിരുദൻ ചോദിച്ചു, അച്ഛാ ഞങ്ങൾ യൂട്യൂബിലാണ് കുർബാന കാണുന്നത്, പിന്നെ എന്തിനാ അച്ഛാ മാസവരി? അച്ഛന് സങ്കടമായി. അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്ന് വൈകിട്ട് തിരിച്ചൊരു വോയിസ് മെസ്സേജ് ആണ് ഇടണം, നിൻ്റെ ആരെങ്കിലും ചത്തുപോയാൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അതോ പള്ളി കൊണ്ടുവന്ന് നമുക്കിഷ്ടമാണ്. അച്ഛൻ ഒരു കാര്യം ഓർത്താൽ മതി, തരുന്ന ഞങ്ങളുടെ കൈ മേളിലും മേടിക്കുന്ന അച്ഛൻ്റെ കൈ താഴെ. ഞാൻ ഇന്ന് നിങ്ങളെ അവസാനമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാ, നമ്മളിങ്ങനെ പറയും ദൈവത്തോടാണ് നമുക്ക് വലിയ, ശരിക്കും നിങ്ങൾക്ക് ദൈവത്തോടാണോ ഇഷ്ടം? എന്നാൽ നിങ്ങളോട് രണ്ടാമതൊരു ചോദ്യം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ദൈവത്തോടാണോ നിങ്ങളുടെ മക്കളോടാണോ കൂടുതൽ ഇഷ്ടം? തിരുമേനി കുറച്ച് പൈസ ഞാൻ ഇന്ന് ഉണ്ടാക്കിത്തരാം, ഞാൻ നല്ലൊരു പിരിവുകാരനായതുകൊണ്ടാണ്. ആരോടാ? ഈ ചെങ്ങന്നൂര് അച്ഛന്മാർ എന്നോ ഭാഗ്യവാന്മാരെ, എല്ലാ ഊമകളെ കൊണ്ട് നിറഞ്ഞ പള്ളിയാണ്. പൊതുയോഗമൊക്കെ ഇതുപോലെ ആയിരിക്കും, ഇതുപോലെ ഊമകളുള്ള ഒരു ഭദ്രാസനം. നിങ്ങൾക്ക് ആരോടാ ഇഷ്ടം? ഈ നട്ടാക്കിളുക്കത്ത് നോണ ഭദ്രാസനം എത്ര പേരുടെ മുമ്പ് ഇരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ പോക്കറ്റിലുള്ളതിൽ നിങ്ങൾ ഏറ്റവും വലിയ സംഖ്യ തളികയിടുവോ? ഇത്രയും നാൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത ഡൊണേഷനാണോ കൂടുതൽ, അതോ നിങ്ങൾ പള്ളിയിട്ട ഭണ്ഡാരത്തിലെ പൈസയാണോ കൂടുതൽ? ചുമ്മാ നട്ടാക്കിളുക്കത്ത് നുണയിരുന്ന് കീച്ചിയാൽ പോരാ. അവിടെയാണ് പറഞ്ഞത്, അസ്വാഭാവികമായ ജീവിത സാഹചര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനീയ ഭദ്രാസനം തുടങ്ങുന്നിടത്ത് നമുക്ക് എന്തുകൊണ്ട് ധൈര്യപൂർവ്വം പറയാൻ പറ്റത്തില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തരുമെന്ന് പറഞ്ഞ് തുടങ്ങാൻ പാടില്ല? കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാർ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് ഇന്ന് നമ്മളിങ്ങനെ ചേർന്നിരുന്നിട്ട് ഈ 1000 പ്രസംഗത്തേക്കാൾ നല്ലതാണ് ആ മാതാപിതാക്കന്മാർക്ക് ആശ്വാസമാകേണ്ടതിന് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ക്രിസ്തുവിൻ്റെ ഒരു ശരീരമായി നമുക്കൊരു സ്ഥാപനം പണിയാം. ആണോ അല്ലയോ? ഏതായാലും ഈ അച്ഛൻ ചെങ്ങന്നൂർ വരാഞ്ഞത്, ഞാനിത് എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയമായതുകൊണ്ടല്ല, തിരുമേനി ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതിനാണ്. നമുക്ക് പ്രവർത്തിക്കാൻ ഇന്ന് ഈ രാത്രി ദൈവം തന്നിരിക്കുമ്പം ഇന്ന് പ്രവർത്തിച്ചാരംഭിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സംഗതിയാക്കട്ടെ. ആത്മാർത്ഥമായിട്ട്
പ്രാർത്ഥിക്കുന്നു.